ഗുഡ് ഈവനിങ് എവരി വൺ. വെൽക്കം ബാക്ക്. നമുക്ക് ഇന്നലത്തെ തന്നെ റിമൈനിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്യണം. എല്ലാം നമ്മളൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും കവർ ചെയ്യുക. എന്തായാലും എല്ലാവരും എല്ലാ ദിവസവും കയറാൻ ശ്രമിക്കുക. എന്തായാലും ജോമോൻ ഇന്നലെ ലേറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നില്ല. ബട്ട് കുഴപ്പമില്ല, നമ്മുടെ റെക്കോർഡിംഗ് ഒക്കെ കണ്ട് തന്നെ ഒന്ന് നോക്കുക കേട്ടോ. അതും കൂടി ഓക്കെ നമ്മുടെ സാർ, അത് ഞാൻ കവർ ചെയ്തോളാം. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇതിലോട്ട് കിടക്കാം. നമ്മുടെ വെബ്സൈറ്റ്, എല്ലാവരും വെബ്സൈറ്റിലേക്ക് ഒന്ന് വന്നോളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ചെയ്തേ, ഓർക്കുന്നുണ്ടോ? ആർക്കാന്ന് പറയാൻ പറ്റുക? ആർക്ക് വേണമെങ്കിലും പറയാം. ഇന്നലെ നമ്മളൊരു ന്യൂ പേജ് ക്രിയേറ്റ് ചെയ്തു, ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. അതിന്റെ പിന്നെ അകത്തോട്ട് അതിൻ്റെ അകത്തോട്ട് അതിനകത്തോട്ട് നമ്മൾ പോസ്റ്റുകൾ ആഡ് ചെയ്തു. പോസ്റ്റ് ആഡ് ചെയ്തു. ഓക്കെ, ആ, അത്രയും ചെയ്തിട്ടുള്ളൂ അല്ലേ? ആ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് ജോമോൻ എന്തായാലും പിന്നെ റെക്കോർഡിംഗ് ഒക്കെ നോക്കുക. യെസ്, പിന്നെ ആ, പറഞ്ഞോളൂ. പിന്നെ ഗൂഗിൾ അൽഗോരിതത്തിന്റെ അപ്ഡേറ്റ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് കൂടെ പറഞ്ഞു. ആ ഓക്കെ. സെർച്ച് എഞ്ചിൻ ജേണൽ എന്ന് പറഞ്ഞ സെർച്ച് സൈറ്റ് എഞ്ചിൻ നമ്മൾ ഡിസ്കസ് സെർച്ച് എഞ്ചിൻ ചെയ്തിട്ടുണ്ട്. ജേണൽസ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ നോക്കുക. അങ്ങനെ പിന്നെ അതുകൂടാണ്ട് ജസ്റ്റ് ഒരു ബ്ലോഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. എന്തായാലും നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കിടക്കാം. എല്ലാവരും റെഡിയാന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ പുതിയൊരു ടാബിലേക്ക് വരിക. എല്ലാവരും നമ്മുടെ ഒരു വെബ്സൈറ്റിലേക്ക് വന്നോളൂ. പുതിയൊരു ടാബിലേക്ക് വരിക. എല്ലാവരും ഒരു വെബ്സൈറ്റിലേക്ക്, നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നോളൂ. യെസ്, എടുത്തോളൂ കേട്ടോ. എല്ലാവരും പുതിയ ടാബില് നമ്മുടെ സ്വന്തം വെബ്സൈറ്റ് എടുക്കുക. സാറേ, ആ HTTP തുടങ്ങുന്നതിലല്ലേ? അതെ അതെ, നമ്മുടെ വെബ്സൈറ്റിന്റെ URL ഒക്കെ നമ്മൾ ഓർത്ത് വെക്കുക. ഒരു പുസ്തകത്തിലൊക്കെ എഴുതിയെടുക്കുകയോ, അവിടുന്ന് ഓക്കെ. അഡ്മിൻ URL എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കണ്ടോ? അതിൽ വന്ന് ലോഗിൻ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകത്തിലൊക്കെ എപ്പോഴും നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് നമുക്ക് ഓർമ്മയുണ്ടാവണം. അതൊക്കെ നമ്മുടെ സ്വന്തം അല്ലേ? ഓക്കെ ഓക്കെ. ഇതാണോ ജോമോൻ വെബ്സൈറ്റിന്റെ URL? ഇതാണോ ഇത്? login.wordpress.org അല്ലേ? ഇതല്ലല്ലോ നമ്മളൊന്ന് ചെയ്തേ. ഒന്ന് ശ്രദ്ധിക്കൂ, എന്താ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ഓർത്തെടുക്കൂ. ഓക്കെ ഓക്കെ. സാർ ഒന്നുകൂടെ പറയാമോ? വിട്ടു. ജോമോൻ, ജോമോന്റെ വെബ്സൈറ്റിന്റെ URL അല്ല ജോമോൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് wordpress.org എന്ന് പറഞ്ഞ വേറൊരു വെബ്സൈറ്റ് ആണ്. വേർഡ്പ്രസിന്റെ തന്നെ ഒരു ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം വെബ്സൈറ്റ് ഒക്കെ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഡെമോ ആയിട്ട്. പിന്നെ അതില് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ വാങ്ങിച്ചു വെച്ചത് ഓർക്കണ്ടോ ജോമോൻ? ആലോചിച്ച് നോക്കുക, വായിച്ചു നോക്കുക. ഇന്നലെ പഠിച്ച സാധനം ഇന്ന് തന്നെ മറക്കരുത്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിനിമം ഒരു ജോലി കിട്ടുന്നവരെയെങ്കിലും ഓർത്തിരിക്കുക. അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ പോയി എവിടെയെങ്കിലും ഇന്റർവ്യൂവിനോ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കുമ്പോൾ എന്താന്ന് പോലും സാർ ചിലപ്പോൾ നമുക്ക് ഓർമ്മയില്ലാണ്ടൊക്കെ ഇരിക്കും. അത് കുഴപ്പമില്ല, ശ്രദ്ധിക്കുക. ഓക്കെ. എന്താ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് വാങ്ങിച്ചത് കഴിഞ്ഞ തവണ?
ഹോസ്റ്റും ആ ഡൊമൈനും. ആ ഡൊമൈനിന്റെ പേരെന്തായിരുന്നു? ഡൊമൈൻ jomon.online. യെസ് യെസ്, അതാണ് നമ്മുടെ ഡൊമൈൻ നെയിം. അപ്പോൾ അത് എടുത്തോളൂ. പുതിയ ടാബിലേക്ക് വരിക, jomon.online. മെയിലുണ്ടല്ലോ ഒരെണ്ണം. യെസ്, ഇതല്ലേ സാർ? അത് തന്നെ എടുത്തോളൂ. ഇതല്ല, ഏറ്റവും മേളിലേക്ക് വരാൻ. ഇതല്ലേ? അതല്ല, ആ ലിങ്ക് കൊടുത്തേക്കുന്നത് തെറ്റാണേ. ഓക്കെ. HTTPS കഴിഞ്ഞ് കുത്തുകോമയല്ല, സാർ കുത്താണ്. യെസ് ശീതൾ, പറഞ്ഞോളൂ. അന്ന് എല്ലാരും ഫോട്ടോ എടുത്തായിരുന്നു, അപ്പൊ ഫോണിൽ തന്നെ കാണുമെന്ന് നോക്കാൻ പറഞ്ഞു. ഉണ്ട്. യെസ്. ജോമോൻ ഓർക്കുന്നുണ്ടോ ഫോട്ടോ ഒക്കെ ഉണ്ട്, എടുത്തത്? ഉണ്ട്, ഉണ്ട്. ഒരു മിനിറ്റ് സാർ. അതിലുണ്ട്. ഇതിന്റെ മേളിൽ ടൈപ്പ് ചെയ്യാട്ടോ ജോമോൻ. bing.com എന്ന് പറഞ്ഞ കണ്ടോ? അവിടെ ടൈപ്പ് ചെയ്തോളൂ. HTTPS : രണ്ട് കുത്താണേ, കുത്തുകോമയല്ല. ഇത് അതിന്റെ താഴെ വന്നിട്ടുണ്ട് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞു വന്നിട്ടെ. അതിനകത്ത് തന്നെ താഴെ വന്നിട്ടുണ്ട് ഡാഷ്ബോർഡ് ജോമോൻ വേർഡ്പ്രസ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ? താഴെ ഡാഷ്ബോർഡ്. യെസ്, അത് തന്നെ, അതെടുത്തു. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വെബ്സൈറ്റ് എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരെ പ്രാക്ടിക്കൽസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കീവേഡ് റിസർച്ച് ചെയ്യാൻ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്താണ് അതിന്റെ ക്രൈറ്റീരിയാസ്, കാര്യങ്ങൾ ആർക്കാ പറയാൻ പറ്റുക? ജോമോന് പറയാൻ പറ്റുമോ? ജോമോൻ കീവേഡ് റിസർച്ച് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നോ? ഞാന് ഇന്നലെ ഇല്ല, ആദ്യം ഉണ്ടായിരുന്നു. എന്നാലും കീവേഡ് റിസർച്ച് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടോ? നോക്കൂ. ഇന്നലെ നമ്മൾ ചെയ്തതാണോ? അതെ സുഹൈറ, കറക്റ്റ് ആണ്. google.com എന്ന് പറഞ്ഞതിൽ നമ്മൾ സെർച്ച് ചെയ്തത്. ഗൂഗിൾ ആഡ്സിൽ കയറി നമ്മള് ടൂൾസിൽ പോയിട്ട് പ്ലാനിങ് പ്ലാനർ ഒക്കെ എടുത്തിട്ട്. യെസ്, വെരി ഗുഡ്. ആരാ പറയുന്നത് ഇത്? നമ്മൾ കീവേഡ് ലിസ്റ്റ് ചെയ്തതാണോ ചോദിച്ചത് സാറ്? കീവേഡിനെ നമ്മൾ സോർട്ട് ഒക്കെ ചെയ്തായിരുന്നു, ഓർക്കണ്ടോ? കീവേഡ് ആ. റിസർച്ച് ഉണ്ട്. google.com നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡറി കീവേഡ്സ് അതൊക്കെ അല്ലേ സാറേ ചോദിച്ചേ? യെസ്, അത് തന്നെ നമ്മൾ കീവേഡ് സോർട്ടിംഗ് എന്ന് പറയാൻ. ആവറേജ് മന്ത്ലി വോളിയം ഹൈ ഒക്കെ ആയിരുന്നു നമ്മൾ നോക്കിയത്. യെസ്, കറക്റ്റ് ആണ്. ആവറേജ് മന്ത്ലി സെർച്ച് വോളിയം ഹൈയും പിന്നെ കോമ്പറ്റീഷൻ ലോയും ഉള്ളത്. കോമ്പറ്റീഷനിലോ ഉള്ളത്. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഐഡിയ കിട്ടി തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. സംഭവം വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് എല്ലാവർക്കും അറിയാമെന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവർക്കും അത് അറിയാമല്ലോ? അറിയാം. ഓക്കെ. എന്നാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ വെബ്സൈറ്റിൽ ഒരു പ്ലഗ്-ഇൻ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ലെഫ്റ്റ് സൈഡിൽ ആഡ് ന്യൂ പ്ലഗിൻസിന്റെ ഇതിലോട്ട് കർസർ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആഡ് ന്യൂ പ്ലഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ
റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം സെർച്ച് പ്ലഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? കണ്ടു. ആ അവിടെ നമുക്ക് SEO എന്ന് പറഞ്ഞു കൊടുക്കാം. SEO എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് SEOനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മൾട്ടിപ്പിൾ പ്ലഗിൻസ് ഇവിടെ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? റാങ്ക് മാത്ത് എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിനാണ് അല്ലേ? അതിൻ്റെ റേറ്റിംഗ് എത്രയാണ് വന്നിരിക്കുന്നത്? 7023 റേറ്റിംഗ് ഉണ്ട്. അതേപോലെ തന്നെ അതിന് 3 മില്യൺ പ്ലസ് ആക്റ്റീവ് ഇൻസ്റ്റലേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് യോസ്റ്റ് SEO എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലഗിൻ അവൈലബിൾ ആണ്. ഇതും നമുക്ക് വേണമെങ്കിൽ SEO ഒപ്റ്റിമൈസേഷൻ ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കാം. ഇതിൽ ഏത് പ്ലഗിൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എല്ലാത്തിൻ്റെയും പർപ്പസ് സെയിം തന്നെ. ബട്ട് ചിലതിനകത്ത് പല പല ഫീച്ചേഴ്സ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഏറ്റവും തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഓൾ ഇൻ വൺ SEO എന്ന് പറഞ്ഞിട്ട് കണ്ടോ? യെസ് തൊട്ടാ കണ്ടു. ആ അതും ഒരു പ്ലഗിൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റേറ്റിങ്ങും ഇൻസ്റ്റലേഷൻസും നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ യോസ്റ്റ് SEO ആണ്. എന്ന് പറഞ്ഞ് യോസ്റ്റ് SEO തന്നെ എടുക്കണം എന്ന് നിർബന്ധമില്ല. റാങ്ക് മാത്തും 3 മില്യൺ പ്ലസ് ഇൻസ്റ്റലേഷൻ ഉണ്ട്. വേണമെങ്കിൽ അതും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് നമുക്ക് യോസ്റ്റ് SEO എന്ന് പറഞ്ഞ പ്ലഗിനെ ഇൻസ്റ്റാൾ ചെയ്യാം, ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, എല്ലാവർക്കും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും താഴേക്ക് വരിക റൈറ്റ് സൈഡിൽ താഴെ സ്കിപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും ഇവിടം വരെ എത്താൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. താഴോട്ട് വരിക. ഓക്കെ, സെന്ററിൽ അതിനെ ക്ലോസ് ചെയ്യുക. B10 അതല്ല, അതിന്റെ മേളിലൊരു X പോലെ കണ്ടോ? ഓക്കെ ഫൈൻ. അപ്പോൾ പതുക്കനെ ഒന്ന് താഴോട്ട് വന്ന് ലെഫ്റ്റ് സൈഡിൽ യോസ്റ്റ് SEOന്റെ താഴോട്ട് വരുമ്പോൾ തന്നെ യോസ്റ്റ് SEOനകത്ത് ജനറലിന്റെ താഴെ നമുക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. സുഹൈറ ചെയ്യുന്നുണ്ടോ?
ചെയ്യുന്നുണ്ട് sir, ചെയ്യുന്നുണ്ട്. ഓക്കെ, ശീതൾ എങ്ങനെയുണ്ട്? ചെയ്യുന്നുണ്ട്. ജിൻഷ ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ സെറ്റിങ്സിനകത്ത് സെലക്ട് ചെയ്യുക എല്ലാവരും. Sir, അത് നമ്മള് ഈ യോസ്റ്റ എന്ന് പറഞ്ഞൊരു പേജിലേക്ക് വന്നിട്ട് അതിലൊരു ഫ്രണ്ടിലൊരു വാർണിംഗ് എന്തോ ഒന്ന് വന്നല്ലോ, അത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളോട് സെറ്റിങ്സ് അല്ലേ പറഞ്ഞത്? ആ, യോസ്റ്റിനകത്ത് താഴെയുള്ള സെറ്റിങ്സ്. ഓക്കെ. അല്ല, നമ്മുടെ ഈ സൈഡില് ലെഫ്റ്റ് സൈഡിലെ താഴെയുള്ള സെറ്റിങ്സ് അല്ലേ? അത് യോസ്റ്റ് സിയോന്റെ താഴെ. ജോമോനെ ഒന്ന് കാണിച്ചു അതെ കൊടുത്തേ. അതെ, അങ്ങനെ തന്നെ. അതെ അതെ, കണ്ടു കണ്ടു. അതാ, ജോമോൻ എവിടെയാ എത്തിയേക്കണേ? യോസ്റ്റ് സി എവിടെ? ആ, Yeah. അതിന്റെ താഴെയുള്ള സെറ്റിങ്സ് നോക്കൂ. എല്ലാവരും നോക്കുക. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ ഫൈൻ. അപ്പൊ ഇതിനകത്ത് കണ്ടോ, നമുക്ക് സൈറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കണ്ടോ? സൈറ്റ് കണക്ഷൻ, കണ്ടു. അതിനെ സെലക്ട് ചെയ്തോളൂ. എല്ലാവരും സെലക്ട് ചെയ്യുക. ഓക്കെ, സൈറ്റ് കണക്ഷൻ എല്ലാവരും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും ബൈഡു, ബിങ്, അതേപോലെ തന്നെ ഗൂഗിൾ, എല്ലാത്തിൻ്റെയും നമ്മുടെ സെർച്ച് എഞ്ചിൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ സെർച്ച് എഞ്ചിനൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. അതിനെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഓൾറെഡി മറ്റേ ഇതിനകത്ത് ഇൻഡെക്സിംഗ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ക്രോളിംഗ് ഇൻഡെക്സിംഗ്, ക്രോളിംഗ്, ഇൻഡെക്സിംഗ്, റിട്രീവൽ, റാങ്കിങ്. അപ്പോൾ ഈ ഇൻഡെക്സിംഗ് ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ നമ്മുടെ സെർച്ച് കൺസോളിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് അതിനെ ആഡ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ ഫോർ ദ ടൈം ബീങ് നമുക്ക് ഗൂഗിളിനെ ഒന്ന് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഗൂഗിളിന്റെ തൊട്ട് താഴെ നീല കളറിൽ കണ്ടോ, ഗൂഗിൾ സെർച്ച് കൺസോൾ. ആ നീല കളർ ഗൂഗിൾ സെർച്ച് കൺസോളിനെ സെലക്ട് ചെയ്യുക. എല്ലാവർക്കും അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ആഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, അതിലേക്ക് വരിക. ആഡ് പ്രോപ്പർട്ടി എല്ലാവരും ചെയ്തോളൂ.
അതിൽ ആഡ് പ്രോപ്പർട്ടി കൊടുത്തോളൂ. എല്ലാവരും ആഡ് പ്രോപ്പർട്ടി കൊടുക്കുക. അതിനകത്ത് URL പ്രീഫിക്സ് എന്ന് പറഞ്ഞുണ്ടോ റൈറ്റ് സൈഡിലായിട്ട്? അതിൻ്റെ അകത്ത് HTTPS: എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിന്റെ URL ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് വെബ്സൈറ്റിന്റെ അത് കൊടുക്കണമല്ലേ അവിടെ? യെസ് യെസ്. അഡ്മിനിസ്ട്രേറ്റീവ് URL അല്ല കേട്ടോ. മനസ്സിലായി മനസ്സിലായി. admin വേണ്ട. ശീതൾ.online അല്ലേ നമ്മൾ വാങ്ങിച്ചേ? അതെ, അതങ്ങ് എഴുതിയാൽ മതിയോ? യെസ്, അത് മാത്രം. ശീതൾ.online അല്ല, https://ശീതൾ.online അങ്ങനെ കൊടുക്കും. എല്ലാവരുടെയും വെബ്സൈറ്റ് അതായത് വെബ്സൈറ്റ് ഫുള്ളും എഴുതണ്ട, നമ്മള് നമ്മളിപ്പോ പറഞ്ഞ പോലെ https:// നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ അല്ലെങ്കിൽ ഓൺലൈൻ, അത് നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. / നമ്മളെ പേര് .com. യെസ് യെസ്. സാർ ഞാൻ ഒന്നും കൂടെ പറയട്ടെ. ഓക്കെ. https: യെസ് //ശീതൾ.online. ഓക്കെ. അതെ, //ശീതൾ.online. ശീതൾ.online. ഓക്കെ. ഇത്രയും മതി അല്ലേ? യെസ് യെസ്, കറക്റ്റ് തന്നെയാണ്. അങ്ങനെ ആർക്കെങ്കിലും കിട്ടാത്തതായിട്ടുണ്ടോ? ഇപ്പൊ ശീതളിൻ്റെത് റെഡിയായെന്ന് വിചാരിക്കുന്നു. സുഹൈറ എങ്ങനെയുണ്ട്? ശേഷം കണ്ടിന്യൂ കൊണ്ടുപോലെ അല്ലേ? ഏറ്റവും താഴേക്ക് വരൂ. URL പ്രിഫിക്സിന്റെ താഴേക്ക് വരിക. സാർ അത് വെരിഫൈ ചെയ്യണോ? യെസ്, കണ്ടിന്യൂ എന്ന് പറഞ്ഞു കൊടുത്തോളൂ. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് വെരിഫൈങ് നമ്മുടെ പ്രോപ്പർട്ടി. വെരിഫൈ. അതില് എല്ലാവരും ശ്രദ്ധിക്കുക, വെരിഫൈ ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ നമുക്ക് കിട്ടും. ജോമോൻ ഒരു കാര്യം ചെയ്തോളൂ, നമുക്കിതിനെ ഒന്ന് ഔട്ട്സൂം ആക്കാം. ഇതിനെ ഒരു 80% ആക്കി മാറ്റാം. സാർ ഓണർഷിപ്പ് വെരിഫിക്കേഷൻ ഫെയിൽഡ്. വെറുതെ വെരിഫൈ ചെയ്യല്ലേ, കഴിഞ്ഞിട്ടില്ല. വെറുതെ എന്തെങ്കിലും ചെയ്യരുത്. എല്ലാവരും വെയിറ്റ് ചെയ്യുക, പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കൂ. ഇതിനകത്ത് റെക്കമെൻഡഡ് വെരിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം അല്ലേ? അതെ. അതിന്റെ താഴോട്ട് പതുക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് വരൂ. HTML ഫയലിന്റെ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തേ. ജോമോൻ പതുക്കെ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് അവിടെ നമുക്ക് കാണാം HTML ടാഗ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് ആർക്കെങ്കിലും കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? സുഹൈറയ്ക്ക് കിട്ടിയില്ലല്ലോ. സുഹൈറയ്ക്ക് കിട്ടിയില്ലല്ലോ അല്ലേ? എനിക്ക് നമ്മുടെ വെബ്സൈറ്റ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. വെബ്സൈറ്റ് വെച്ച് ഓപ്പൺ ചെയ്യാനോ? എന്ത്? നമ്മള് സാർ പറഞ്ഞല്ലോ URL വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞല്ലോ. എന്ത് ഓപ്പൺ ചെയ്യാൻ? കണ്ടിന്യൂ കൊടുക്കാൻ പറഞ്ഞില്ലേ? യെസ്, കറക്റ്റ്. കണ്ടിന്യൂ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താ ചെയ്യാൻ പറഞ്ഞാൽ അത് മാത്രം ചെയ്യാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്താൽ അത് മാറിപ്പോയേക്കാം. നോ പ്രോബ്ലം. സുഹൈറ വേണമെങ്കിൽ ഷെയർ ചെയ്തോളൂ. എനിക്ക് തോന്നുന്നു URL പ്രീഫിക്സിലല്ലേ സാർ പറഞ്ഞത്? URL പ്രിഫിക്സിനകത്താണ് നമ്മൾ പറഞ്ഞത്. അതെ. പക്ഷെ എനിക്കത് ആയിട്ടില്ല. ഞാൻ ഷെയർ ചെയ്യാം. യെസ് പ്ലീസ്. കുഴപ്പമില്ല. നമ്മൾ കൂടെ തന്നെ എന്തെങ്കിലും ഡിന്നർ ടൈം ഒക്കെ ആണോ ഇപ്പോ? എല്ലാവരും കഴിക്കുക. അതെ.
WP-admin കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നോ? കേട്ടായിരുന്നോ സുഹൈറ? ഇല്ല സാറേ, കേട്ടില്ല. ഞാൻ വിചാരിച്ചു അത് കംപ്ലീറ്റ് വേണമെന്ന്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. ശീതൾ ഇങ്ങനെ തന്നെയാണോ ചെയ്തേക്കുന്നത്? അല്ല, സാറ് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞ പോലെ ചെയ്തു. ആണോ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ജിൻഷ എങ്ങനെയാ അതായത് ശ്രദ്ധിക്കുന്നത്? ഡോട്ട് ഓൺലൈൻ വരെ അത്ര. ഡോട്ട് ഓൺലൈൻ വരെ വന്നല്ലോ അല്ലേ? ഓക്കെ അത്ര ഉണ്ട്. ഞാനും ഡോട്ട് ഓൺലൈൻ വരെ. ഓക്കെ ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ പതുക്കനെ താഴോട്ട് വരും. അതിനെ കണ്ടിന്യൂ കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? ഇല്ല സാർ, നമ്മുടെ പറ്റുന്നില്ല. അത് ഓക്കെ. HTTPS കഴിഞ്ഞിട്ട് കോളനാണ് ഇടാനുള്ളത്. യെസ്, HTTPS കഴിഞ്ഞിട്ട് കുത്തുകോമയല്ല, കുത്താണ് കൊടുക്കേണ്ടത്. ഒന്ന് നോക്കിയേ. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വേണം ആ സെമി കോളനെ സെലക്ട് ചെയ്തിട്ട് കോളൻ കൊടുക്കാൻ. ശ്രദ്ധിക്കണം. ഷിഫ്റ്റ് ഞെക്കി പിടിക്കുക, ആ കോളനെ ക്ലിക്ക് ചെയ്യുക. വരുന്നില്ലല്ലോ, എന്ത് പറ്റി? ശ്രദ്ധിക്കൂ. ഷിഫ്റ്റ് ഞെക്കി പിടിച്ചോളൂ. എന്നിട്ട് ശരി. യെസ്, കറക്റ്റ്. ഓക്കെ ഓക്കെ. ഇപ്പൊ നമുക്ക് റെഡിയായി കിട്ടും. വെരിഫൈങ് പ്രോപ്പർട്ടി. അപ്പൊ ഇതിനകത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ താഴെ HTML ടാഗ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ആർക്കെങ്കിലും ആ HTML ടാഗ് കിട്ടാത്തതായിട്ടുണ്ടോ? HTML ഫയലല്ല, താഴെ അതർ വെരിഫിക്കേഷൻ മെത്തേഡിനകത്ത് HTML ടാഗ്. ശീതൾ, ജിൻഷ, ജോമോൻ. ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്യുക, അപ്പൊ തന്നെ പറയാം. ഓക്കെ ഓക്കെ. ജോമോൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെയാണ് സാർ, ഓക്കെയാണ്. ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് HTML ടാഗിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ചെയ്തോ. അതിന്റെ താഴെ കണ്ടോ, കോപ്പി ദ മെറ്റാ ടാഗ് ബിലോ ആൻഡ് ആഡ് ഇൻ ഹെഡ് സെക്ഷൻ. അപ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ കോപ്പി എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടോ, ചെറുതായിട്ട് ഗ്രേ കളറിൽ. റൈറ്റ് സൈഡിൽ കോപ്പി. യെസ്, റൈറ്റ് സൈഡിൽ കോപ്പി. HTML ടാഗിനെ നമ്മൾ കോപ്പി ചെയ്തു. കോപ്പി ചെയ്യണം അല്ലേ? യെസ് പ്ലീസ്, അതൊന്ന് കോപ്പി ചെയ്തു. സാർ കോപ്പി ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും കോപ്പി ക്ലിക്ക് ചെയ്തു എന്ന് വിചാരിക്കണം. പതുക്കനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് തിരിച്ചു വരിക. എല്ലാവരും നമ്മുടെ വെബ്സൈറ്റിലേക്ക് തിരിച്ചു വന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ സാർ ഒരു സെക്കൻഡ് വന്നു. അല്ല, വെബ്സൈറ്റ് വന്നു. ഓക്കെ ഓക്കെ വെബ്സൈറ്റിൽ വന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ഗൂഗിൾ എന്ന് പറഞ്ഞ എൻ്റെ തൊട്ട് താഴെ ആഡ് എ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫോർ ദ ടൈം ബീയിങ് ആഡ് എ വെരിഫിക്കേഷൻ കോഡിൽ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇപ്പൊ കോപ്പി ചെയ്ത കോഡിനെ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ആ കോഡ് പേസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സാർ, കോഡ് ഒരു മിനിറ്റ്. പേസ്റ്റ് ജോമോൻ, സാർ, നമ്മുടെ സൈറ്റിലേക്ക് ബാക്ക് അടിച്ച് ഇതാക്കിയാ പോരെ? ബാക്ക് അടിക്കാനോ? അല്ല, നമ്മുടെ സൈറ്റിലേക്ക് സൈറ്റിലേക്ക് വരണമെങ്കിൽ എന്താ പറഞ്ഞ, ഒന്ന് കറക്റ്റ് ആയിട്ട് പറയൂ, കേട്ടില്ല. നമ്മളിപ്പം കോപ്പി ചെയ്തല്ലോ. അതെ.
പിന്നെ നമ്മുടെ സൈറ്റിലേക്ക് വരണമെങ്കിൽ നമ്മളത് ഇപ്പം ചെയ്തെടുത്തോണ്ട് അപ്പുറത്ത് തന്നെ. നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ലേ, ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ടാബുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമ്മൾ വെച്ചതായിട്ട് ശ്രദ്ധിച്ചായിരുന്നോ? ഓക്കെ. അതൊന്ന് നോക്കിയേ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പതുക്കനെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരാൻ ശ്രമിക്കുക. ഒന്ന് ജോമോൻ നോക്കിയേ. ജോമോൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ജോമോന് എനിക്ക് തോന്നുന്ന കോൺസെപ്റ്റ് ഒന്നും പിടികിട്ടിയിട്ടില്ല. ജോമോൻ എന്താ ചെയ്യണമെന്ന് തന്നെ അറിയാത്ത രീതിയിൽ ആണോ? അല്ലല്ലോ. അല്ല. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ടെൻഷൻ അടിക്കണ്ട ജോമോൻ. ടാബും എന്താ സംഭവം എന്ന് മനസ്സിലായായിരുന്നോ? യെസ്, മേളിൽ നമ്മൾ ചെയ്യുന്ന മേളിലായിട്ട് തന്നെ ആ അതെ, നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതിനകത്ത് നമ്മുടെ വെബ്സൈറ്റ് ഒരു ടാബിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ? ഓക്കെ. ഒന്ന് നോക്കി, ഓരോ ടാബ് മാറ്റി മാറ്റി ക്ലിക്ക് ചെയ്ത് നോക്കി. ഒരെണ്ണത്തിൽ സൂമിന്റെ ടാബ് ഉണ്ട്, പിന്നെ വേറൊരെണ്ണത്തിൽ വേറെ ടാബ്, നമ്മുടെ വെബ്സൈറ്റിന്റെ ടാബ് ഉണ്ട്. അത് ശ്രദ്ധിക്കാൻ പറ്റിയോ? യെസ്. അപ്പൊ അങ്ങനെ തിരിച്ച് നമ്മുടെ വെബ്സൈറ്റിലോട്ട് വന്നിട്ട് ഓക്കെ. സിഒ വന്നു സാർ. ഇതിൽ നമ്മുടെ ഗൂഗിളിനെ തൊട്ട് താഴെയായിട്ട് കണ്ടോ, ആഡ് യുവർ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഗൂഗിൾ എനിക്ക് തോന്നുന്നു ജോമോൻ വേറെ പേജിലോട്ട് വല്ലതും പോയെന്ന് തോന്നുന്നു അല്ലേ? ഞാനൊന്ന് ഷെയർ ചെയ്യാം സാർ, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ജോമോൻ, ഇങ്ങനെ അത് ഭയങ്കര ഇതാണ്, ലിമിറ്റേഷൻസ് ആണ് ജോമോന്. ജോമോൻ അനലൈസ് ചെയ്യുക കേട്ടോ, കുഴപ്പമില്ല, ഓക്കെ. ശരിയാവും. ഓക്കെ, ഷെയർ ചെയ്തോളൂ. ഇതിനകത്ത് തന്നെ ഗൂഗിളിന്റെ ആഡ് വെരിഫിക്കേഷൻ കോഡിന്റെ അവിടെ വരിക. ഗൂഗിളിന്റെ തന്നെ തൊട്ട് താഴെ നോക്കിയേ, ഗൂഗിൾ കണ്ടോ താഴെ താഴെ? യെസ്. അതിൽ ആഡ് വെരിഫിക്കേഷൻ കോഡിനെ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത കോഡില്ലേ, യെസ്. അതിനെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തോ. എല്ലാവർക്കും അത് പേസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കോഡിനെ സേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ട്രിഗർ ആവില്ല. അപ്പോൾ എന്തായാലും ആ കോഡിന്റെ താഴെ നമുക്ക് സേവ് ചേഞ്ചസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. യെസ്. അങ്ങനെ നമ്മുടെ ഗൂഗിൾ സെർച്ച് കൺസോളിലെ വെരിഫിക്കേഷൻ കോഡ് ആഡ് ഓൺ ചെയ്ത് കൊടുത്തു. ഇനി ആർക്കെങ്കിലും ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയാം. സുഹേറ ഓക്കെ ആണല്ലോ അല്ലേ? സുഹേറ മ്യൂട്ടാണ്. ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും ഓക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെ സേവ് ചേഞ്ചസ് കൊടുത്തിട്ട് നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമ്മുടെ സെർച്ച് കൺസോളിലേക്ക് വീണ്ടും തിരിച്ചു വരിക. നമ്മൾ ഓൾറെഡി എടുത്ത കോഡിന്റെ അങ്ങോട്ടേക്ക് വരിക. ഇതല്ലല്ലോ ജോമോനെ നമ്മുടെ ടാബ്, ഇതല്ലല്ലോ നമ്മള് സാർ എങ്ങനെയാണ്, ഏത് പേജാ പറഞ്ഞേ? ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറഞ്ഞിട്ടേ നമ്മളിപ്പോ ആ കോഡ് കോപ്പി ചെയ്ത പേജില്ലേ, ഓക്കെ ഓക്കെ. അതിലോട്ടൊന്ന് വന്നോളൂ. ജോമോൻ ഇപ്പൊ എന്താ അത് നേരത്തെ നമ്മുടെ ഗൂഗിൾ സെർച്ച് കൺസോളിന്റെ പേജ് എടുക്കാമോ? എവിടെ നിന്ന് എടുക്കും? പുതിയൊരു വിൻഡോ ആയിട്ടല്ലേ ഓപ്പൺ ആയേക്കണേ. താഴോട്ട് വരൂ, താഴോട്ട് വരൂ. ആ ഫോൾഡറിന്റെ ഒരു സിമ്പിൾ കണ്ടോ തൊട്ട് താഴെ? അതിന്റെ റൈറ്റ് സൈഡിൽ കണ്ടോ? യെസ്, അവിടെയല്ല. അപ്പൊ ജോമോൻ അത് കട്ടായി പോയി അല്ലേ? കട്ടായി. നല്ല കാര്യം.
അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ചില ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാലും കുഴപ്പമില്ല ജോമോൻ. ഒന്നും കൂടി ഇവിടെ സെർച്ച് പ്രോപ്പർട്ടിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ചെയ്ത സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ഒന്നും കൂടി ചെയ്യാം. അതെ, അവിടെ ഒന്നുണ്ട് jomon.online, അതിനെ ഒന്ന് സെലക്ട് ചെയ്യും. അത് റെഡി ആയാൽ മതിയായിരുന്നു. യെസ് ഓണർഷിപ്പ് ഓട്ടോ വെരിഫൈഡ് നമ്മുടെ HTML ടാഗ് വഴി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മുടെ ഒരു കോഡ് ജനറേറ്റ് ചെയ്തിട്ട് നേരെ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് ആഡ് ഓൺ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയോ? യെസ്, കിട്ടിയോ? ഒറ്റ മിനിറ്റ് സാറേ, ഈ വെരിഫൈ ഓണർഷിപ്പ് എന്ന് പറഞ്ഞ പേജ് അല്ലേ സാർ പറഞ്ഞത്? യെസ്. അത് നമ്മൾ എന്താ ലാസ്റ്റ് ഡൺ കൊടുക്കാനാ? ഒരു മിനിറ്റ്, ലാസ്റ്റിൽ എന്താ വന്നേക്കണേന്ന് നമുക്കൊന്ന് നോക്കാം. ജോമോൻ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. ജിൻഷ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ആണോ? നമ്മുടെ വെബ്സൈറ്റിൽ ആ കോഡ് ആഡ് ചെയ്ത് കൊടുത്തല്ലോ. കോഡ് ആഡ് ചെയ്ത് കൊടുത്തു. ഈ കോഡ് ഇവിടെ ഉണ്ടായിരുന്നു, കോഡ് കോപ്പി ചെയ്തു. ഓക്കെ. ഇനി പതുക്കെ താഴോട്ട് വരൂ. തൊട്ട് താഴെ അതിന്റെ താഴെ തന്നെ ഒരു വെരിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? കോഡിന്റെ സെക്ഷന്റെ താഴെയാണ്. HTML ടാഗിന്റെ അകത്ത് വേണം നമ്മൾ വെരിഫൈ കൊടുക്കാനായിട്ട്. HTML ടാഗിന്റെ താഴെയായിട്ടുള്ള വെരിഫൈ. അതെ, അതൊന്ന് വെരിഫൈ ചെയ്തോളൂ. വെരിഫൈഡ്. ഓക്കെ, അപ്പോൾ ഗോ ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കൊടുക്കുക. എല്ലാവരും വെരിഫൈ ചെയ്യാൻ പറ്റിയെങ്കിൽ ഗോ ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കൊടുത്തോളൂ. എല്ലാവർക്കും വെരിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇപ്പോഴാണ് നമ്മുടെ ഗൂഗിൾ സെർച്ച് കൺസോളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മുടെ സ്വന്തം വെബ്സൈറ്റിനെ ആഡ് ഓൺ ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ ഇവിടെ ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഇതിനകത്ത് ഗ്രാഫും കാര്യങ്ങളൊക്കെ വരും. പ്രോസസ്സിംഗ് ഡാറ്റ പ്ലീസ് ചെക്ക് അഗെയിൻ ഇൻ എ ഡേ ഓർ സോ. അപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ മൾട്ടിപ്പിൾ ഗ്രാഫ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ് ഒക്കെയാണ് ഇവിടെ അനലൈസ് ചെയ്യാൻ പറ്റുക. നമ്മുടെ സ്വന്തം ഗൂഗിൾ സെർച്ച് കൺസോളിനകത്ത് വെബ്സൈറ്റിന് എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കി അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെ പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ എല്ലാവരും. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള മൊത്തത്തിലുള്ള പെർഫോമൻസ് അനലൈസ് ചെയ്യാം. അത് 24 hours, 7 days, 28 days, അങ്ങനെ ഓരോ ദിവസത്തെയും ഒരു പെർഫോമൻസ് നമുക്കിവിടെ അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ URL ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ URL ഇൻസ്പെക്ഷൻ അതിലോട്ട് വരിക. അപ്പോൾ ഈ URL ഇൻസ്പെക്ഷനകത്ത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വെബ്സൈറ്റിന്റെ URL ആയിരിക്കണം ആഡ് ഓൺ ചെയ്ത് കൊടുക്കേണ്ടത്. വെബ്സൈറ്റിന്റെ URL എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? HTTPS. അവിടെ എഴുതിക്കോളൂ, ഏറ്റവും മേളിലത് വന്നിട്ടുണ്ട്. https:// നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് .store അല്ലെങ്കിൽ .online ആണെങ്കിൽ അതും നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളിപ്പോ ഇൻസ്പെക്ട് ചെയ്യാൻ പോവാ നമ്മുടെ ഈ ഒരു ലിങ്ക് ഇൻഡെക്സ്ഡ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മളിപ്പോ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെബ്സൈറ്റിന്റെ URL ആഡ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് എൻ്റർ കൊടുക്കട്ടെ. എന്നിട്ട് എൻ്റർ കൊടുക്കാം. യെസ്, റിട്രീവിംഗ് ഡാറ്റ ഫ്രം ഗൂഗിൾ. ജോമോന്റെ ഇത് ഓക്കെയാണ്. URL ഇസ് ഓൺ ഗൂഗിൾ. ഇപ്പോൾ URL ഇസ് നോട്ട് ഓൺ ഗൂഗിൾ എന്ന് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലായിട്ട് റിക്വസ്റ്റ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഒരു ഐഡിയ കിട്ടിയോ? കിട്ടി. ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ സുഹൈറ കേൾക്കുന്നുണ്ടല്ലോ ഇതൊക്കെ അല്ലേ? ഉണ്ട് സർ, ഓ ചെയ്യുവാണ്. ചെയ്യുവാണല്ലോ. ഓക്കെ ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് വരുന്ന ഓരോരോ പ്രോബ്ലംസ്. പേജസ് ഇൻഡെക്സിംഗ് എന്നുള്ള ഇതിനകത്തില്ലേ? പേജസ് ഇൻഡെക്സ്ഡ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലംസ് അതിനകത്ത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് സെലക്ട് ചെയ്യട്ടെ? ഏതാ? ഇപ്പോൾ ഓൾറെഡി നമ്മൾ പേജസിൽ വന്നിരിക്കുകയാണ്. പേജ് ഇൻഡെക്സിങ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ പതുക്കെ താഴേക്ക് വരിക. സർ, യെസ് സുഹൈറ പറഞ്ഞോളൂ. റിക്വസ്റ്റ് ഇൻഡെക്സിംഗ് ക്ലിക്ക് ചെയ്തിട്ട് ടെസ്റ്റിംഗ് ഇഫ് ലൈഫ് URL ക്യാൻ ബി ഇൻഡെക്സ്ഡ് ഓക്കെ ഓക്കെ. വന്നേക്കുന്നത്. അത് കുഴപ്പമില്ല. അത് നമുക്ക് കുഴപ്പമില്ല. ഓൾറെഡി URL ഇസ് ഓൺ ഗൂഗിൾ എന്നല്ലേ വന്നേക്കുന്നേ? Testing if live URL can be indexed. This might take a minute or two. Okay, I'm clear. Right. Okay, index requested. ഇൻഡെക്സിങ് റിക്വസ്റ്റഡ്. ഓക്കെ ഓക്കെ. ഇൻഡെക്സ് അല്ലെങ്കിൽ അതിനെ ഇൻഡെക്സ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യേണ്ടതാണ്. അതെ. പറഞ്ഞോളൂ. കേട്ടില്ല. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അവിടെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സൈറ്റ് മാപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കണ്ടോ? ടോപ്പില് സൈറ്റ് മാപ്സ് എന്ന് പറഞ്ഞ് കാണാം. ക്ലിക്ക് ചെയ്യണോ? അവിടെ ക്ലിക്ക് ചെയ്തോളൂ. യെസ്, എല്ലാവരും സൈറ്റ് മാപ്സിലേക്ക് വരിക. സൈറ്റ് മാപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരു സ്ട്രക്ചർ, നമ്മുടെ ബോർഡ്സിനെ മനസ്സിലാക്കിപ്പിക്കാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ സൈറ്റ് മാപ്സ് ആഡ് ഓൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആഡ് ന്യൂ സൈറ്റ് മാപ്പിന്റെ സെക്ഷനിൽ വന്നാൽ ഓൾറെഡി https://jinsharoy.online എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ എല്ലാവരും ടൈപ്പ് ചെയ്യുക സൈറ്റ് മാപ്പ് SITEMAP.XML എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ സൈറ്റ് മാപ്സിനെ ഇതിനകത്തോട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും ഓക്കെ എൻ്റെ സബ്മിറ്റ് ചെയ്തോളൂ റൈറ്റ് സൈഡിൽ. അതിനെ ഡിസ്മിസ് കൊടുത്തോളൂ. എന്താ സംഭവിച്ചേക്കുന്നേ? സ്റ്റാറ്റസ് എല്ലാവരുടെയും സക്സസ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടോ? ജോമോന്റെ സക്സസ് ആയി. ശീതൾ എങ്ങനെയുണ്ട്? സുഹൈറ സ്റ്റാറ്റസ് ജിൻഷയുടെ ആയിട്ടില്ല. പിന്നെ ശീതളുടെ എങ്ങനെയുണ്ട്? അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. കുഡിൻ ഫെച്ച് എന്നാണ് എന്റേതും കാണിക്കുന്നത്. എന്റേതും അങ്ങനെ കാണിക്കുന്നു.
ഓക്കെ, ഒന്ന് റീലോഡ് കൊടുത്തേ. എല്ലാവരും ഒന്ന് റീലോഡ് കൊടുക്കുക. റീലോഡ് എവിടെ കൊടുക്കും? റീലോഡ് കൊടുത്തിട്ടും കുഡിൻ ഫെച്ച് തന്നെയാണോ വരുന്നത്? ആ കുഡിൻ ഫെച്ച് തന്നെയാ വരുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, സൈറ്റ് മാപ്സ് .xml എന്ന് പറഞ്ഞു കൊടുക്കുക. SITEMAPS മാപ്സ്, മാപ്പിന് പകരം മാപ്സ് ആക്കി MAPS എന്ന് പറഞ്ഞു കൊടുക്കുക. Sites map. സൈറ്റ്സ് അല്ല, Okay, site SITEMAPS maps. Okay, site maps. .xml. അതിനൊന്ന് റീലോഡ് കൊടുക്കുക. കുഡിൻ ഫെച്ച് തന്നെ വന്നെന്നുണ്ടെങ്കിൽ ഈ സൈഡ് മാപ്പ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വരുന്നുണ്ട്. പക്ഷെ അവിടെ കുഡിൻ ഫെച്ച് എന്നാണ് വരുന്നത്. എന്നിട്ട് താഴെ വരുന്നതാണ് ഈ കുഡിൻ ഫെച്ച്. പക്ഷെ സൈഡ് മാപ്പ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ അതുണ്ട്. ബട്ട് ഇതില് സ്റ്റാറ്റസ് ശരിക്കും സക്സസ്ഫുൾ ആണ്. സ്റ്റാറ്റസിനകത്ത് വരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല. മേ ബി അത് കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി ചെയ്ത് നോക്കാം. സൈറ്റ് മാപ്പ് .xml എന്ന് തന്നെ കൊടുത്താൽ മതി. ഇല്ലാണ്ട് തന്നെ എല്ലാവരും പിന്നീട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൈറ്റ് മാപ്സിനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെന്താണാവോ അതൊരു നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ, മേ ബി അതുകൊണ്ടായിരിക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ റിമൂവൽസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. കണ്ടോ? സൈറ്റ് മാപ്സിന്റെ താഴെ ഇപ്പൊ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിന്റെ URL ഇൻഡെക്സ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ, അതുമല്ല അതൊരു ടെമ്പററി റിക്വസ്റ്റ് ആണ്. നമുക്ക് ഇപ്പൊ ഇൻഡെക്സ് ആയിരിക്കുന്ന ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്കിനെ ഇവിടുന്ന് തൽക്കാലം റിമൂവ് ചെയ്യുന്നൊരു ഓപ്ഷൻ. ഓക്കെ, ടെമ്പററി റിമൂവൽസ് നമുക്കിവിടെ പോസിബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് കോർ വെബ് വൈറ്റൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്തോട്ട് വരുവാണെങ്കിൽ ട്രൈ പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. സെന്ററിൽ കണ്ടോ? ട്രൈ പേജ് സ്പീഡ് ഇൻസൈറ്റ്സ്. യെസ്. കോർ വെബിനകത്തല്ലേ? അല്ല, ആ റൈറ്റ് സൈഡിൽ നീല കളറിൽ ചെറുതായിട്ട് എഴുതിയേക്കണ കണ്ടോ? ട്രൈ പേജ് സ്പീഡ് ഇൻസൈറ്റ്സ്. മൊബൈലിൽ നിന്നുള്ളതിനകത്ത് മൊബൈലിന്റെ താഴെ ട്രൈ മൊബൈലിന്റെ പേജ്. ജിൻഷ Core Web ജിൻഷയല്ലേ Vitals. ഷെയർ ചെയ്യുന്നേ? അതെ, മൊബൈൽസിന്റെ അകത്ത്. അതൊന്ന് ഇതല്ലേ? ക്ലിക്ക് ചെയ്തോളൂ. യെസ് യെസ്, ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരു പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ പറ്റും. അത് മൊബൈലിന്റെ സ്പീഡും അതേപോലെ തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, കണ്ടോ? അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ്, ആക്സസിബിലിറ്റി, അതേപോലെ തന്നെ ബെസ്റ്റ് പ്രാക്ടീസ്, SEO എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, പയ്യെ താഴേക്ക് വരിക. പതുക്കെ ഒന്ന് സ്ക്രോൾ ചെയ്തോളൂ താഴോട്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത് അതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും കാണാം. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പേഴ്സിന്റെ സഹായം കൂടി എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് തിരിച്ചു വരാം.
ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയോ? ആർക്കെങ്കിലും ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടോ? സാർ നമ്മളിപ്പോ ലാസ്റ്റ് ചെയ്തില്ലേ നമ്മുടെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്? അതെ അത് അതെ. അത് ആ പേജ് ക്ലിയർ ഇതായിട്ട് വന്നിട്ടില്ല, റണ്ണിങ് ആണ്. എന്താണ്? അത് വന്നിട്ടില്ല, അതിന്റെ ഇത് വന്നിട്ടില്ല, ഔട്ട്പുട്ട് വന്നിട്ടില്ല എന്ന് പറയാം. ഓക്കെ. പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് അല്ലേ? അതെ. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അല്ലേ? ഓക്കെ ഓക്കെ. സുഹൈറ, ഇന്നിപ്പോ എന്ത് നെറ്റ് കണക്ഷൻ ആണ്? മൊബൈൽ കണക്ഷൻ ആണോ അതോ? മൊബൈലാണ്. മൊബൈൽ കണക്ഷൻ ആണെങ്കിൽ ഇന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് അതിന് എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ അതിനെ വൈഫൈ കണക്ഷനിലോട്ട് മാറ്റാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ടാവും. ഇന്ന് വീട്ടിലില്ലേ അപ്പോ? ഇല്ല, ഞാൻ പുറത്താണ്. ഓ, നൈസ് നൈസ്. പുറത്തെവിടെ? പുറത്ത് ഞാൻ തൃശ്ശൂരാണ്. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒന്ന് കോഴിക്കോട് വരെ പോവാണ്ടായിരുന്നു. അയ്യോ അയ്യോ. ഓക്കെ ഓക്കെ ഓക്കെ. കുഴപ്പമില്ല, എന്തായാലും ട്രാവൽ ചെയ്യാം. പിന്നെ ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കംഫർട്ടബിൾ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ? കുഴപ്പമൊന്നുമില്ല, കംഫർട്ടാണ്. ഓക്കെ ഓക്കെ ഫൈൻ. യെസ് യെസ്. അപ്പോൾ നോ പ്രോബ്ലം. എന്തായാലും ഇതൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു സ്റ്റെപ്പിലേക്കും കൂടി കിടക്കാം. എല്ലാവരും നമ്മുടെ വെബ്സൈറ്റിലേക്ക് തിരിച്ചു വന്നു എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് ജിൻഷ, ശീതൾ? ചെയ്തു. യെസ് യെസ്. അപ്പോൾ എല്ലാവരും എത്തി. ഓക്കെ ജോമ, നമ്മുടെ വെബ്സൈറ്റിലോട്ട് ഒന്ന് വന്നോളൂ. അല്ല, ജിൻഷയാണല്ലോ. ജിൻഷ ഒന്ന് വെബ്സൈറ്റിലോട്ട് വന്നോളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ച് ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ഗൂഗിൾ സെർച്ച് കൺസോളിൽ പെർഫോമൻസും എറേഴ്സും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ അതേപോലെ നമുക്ക് ബാക്കിയുള്ളതും വേണമെങ്കിൽ എന്താണ് ബിങ് വെബ് മാസ്റ്റർ ടൂൾ, ബൈഡു വെബ് മാസ്റ്റർ ടൂൾ, അതിലെല്ലാം പോയിട്ട് ഇപ്പൊ നമ്മൾ കോഡ് ജനറേറ്റ് ചെയ്തില്ലേ, അതേപോലെ കോഡ് ജനറേറ്റ് ചെയ്ത് നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം നമ്മുടെ വെബ്സൈറ്റിനകത്ത്. ഓക്കെ, തൽക്കാലം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് പേജസിലേക്ക് വരാം. അതിൽ ഓൾ പേജസിലേക്ക് വരാം. എല്ലാവർക്കും ഓൾ പേജസ് എടുക്കാൻ പറ്റിയോ? പറ്റി. ഓക്കെ ഓക്കെ. സാർ പേര് ന്യൂ പേജസ് ആണോ? ന്യൂ അല്ല, ഓൾ പേജസ്, എല്ലാ പേജസും. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. സാർ പേജസിനകത്ത് നമ്മുടെ ഓൾ പേജസ് എടുത്തോളൂ കേട്ടോ. വെറുതെ പേജസ് എന്ന് പറഞ്ഞാൽ അതിനെ ക്ലിക്ക് ചെയ്താലും മതി. എല്ലാ പേജസും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ എടുത്തു. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ഏറ്റവും സെന്ററിൽ നമ്മുടെ ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് പേജ് നമുക്ക് കാണാൻ പറ്റും. അതിനിപ്പോൾ ഒന്നും ചെയ്യണ്ട, അതിൽ ജസ്റ്റ് ഒന്ന് കർസർ കൊണ്ടുവരുമ്പോൾ നമുക്കതിൻ്റെ താഴെ ആദ്യമേ തന്നെ, ഹോമിൻ്റെ തൊട്ട് താഴെ ആദ്യമേ തന്നെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. സാർ നമ്മുടെ ഡബ്ല്യുവിന്റെ തൊട്ടിപ്പുറത്തല്ലേ ഹോം? അയ്യോ അതല്ല, ഇത് നോക്കിയേ, സ്ക്രീനിലോട്ടൊന്ന് നോക്കിയേ. ഓക്കെ. ഇപ്പൊ ജിൻഷ ഷെയർ ചെയ്തിരിക്കുന്ന കണ്ടോ? യെസ്. അതിൽ ആ ഹോമിന്റെ തൊട്ട് താഴെയായിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നേക്കുന്നത് കണ്ടോ? വളരെ ചെറുതായിട്ട്. ജോമോന് കാണാൻ പറ്റുന്നുണ്ടോ?
ഒന്നുകൂടെ ആ ക്രസർ ഒന്ന് കൊണ്ടുവരാൻ പറയൂ. ഇത് കണ്ടോ, ഹോം എന്ന് പറഞ്ഞ ഇതിലേക്ക് നമ്മൾ കർസർ യെസ്. കൊടുക്കുമ്പോൾ അതില് എഡിറ്റ് എന്ന് പറഞ്ഞ കണ്ടോ, എഡിറ്റ്. ഓക്കെ 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 സാർ. ഓക്കെ, എല്ലാവരും എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ക്ലിക്ക് ചെയ്യണോ? ആ, എഡിറ്റിൽ ക്ലിക്ക് ചെയ്യാം. എല്ലാവർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. വളരെ പതുക്കെ താഴോട്ട് വരിക. ഇവിടെ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. പതുക്കനെ താഴോട്ട് വരിക. ജിൻഷ പതുക്കെ താഴോട്ട് സ്ക്രോൾ ചെയ്തോളൂ. ഓക്കെ, വരട്ടെ വരട്ടെ, കുറച്ചും കൂടി താഴോട്ട് വരട്ടെ. സുഹൈറക്ക് കിട്ടിയല്ലോ. ആ സർ കിട്ടി. ശീതൾ എങ്ങനെയുണ്ട്? കിട്ടി. ഓക്കെ ഓക്കെ, ആ അങ്ങനെയാണ്. താഴോട്ട് വരുമ്പോ ഇങ്ങനെ ഹോം ശീതൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓ യെസ് മാർച്ച് 3. യെസ് യെസ്. ഓക്കെ, ജിൻഷ അങ്ങനെ പതുക്കെ താഴോട്ട് വരും. സാർ എഡിറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പേജിലോട്ട് എത്തിയോ? ജോമോൻ ഇങ്ങനെ ഒരു പേജിലോട്ട് എത്തിയോ? ആ എത്തിയിട്ടുണ്ട്. ആ, ജിൻഷ ഒരു കാര്യം ചെയ്യാട്ടോ, റൈറ്റ് സൈഡിൽ വേണം താഴോട്ട് സ്ക്രോൾ ചെയ്യാൻ. റൈറ്റ് സൈഡിൽ ഞാൻ ഈ ടാബ് ഇരിക്കുന്നോണ്ട് കണ്ടില്ല. മീറ്റിംഗ് ടാബ്, മീറ്റിംഗ് ടാബ് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. അത് ഞാൻ ചോദിച്ച റൈറ്റ് സൈഡ് ആണോ? അതെ അതെ, ആ കുഴപ്പമില്ല. എന്തായാലും പബ്ലിഷ് താഴോട്ട് വരട്ടെ. ഓ, കുറച്ചും കൂടി താഴോട്ട് നമ്മുടെ മൗസ് വെച്ച് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരാവോ? നടുക്കായിട്ട് സെന്ററിൽ. അവിടെ അല്ല, ജിൻഷ ഇപ്പോൾ റൈറ്റിലാണല്ലോ. ആ, അവിടെ നിന്ന് ഒറ്റ ക്ലിക്ക് ചെയ്തിട്ടേ പതുക്കെ താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് വരിക. ഇല്ല, അത്രേ ഉള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. പിന്നെ അതിന്റെ താഴെ ഇതാ ഉള്ളത്, ഒരു ടാബായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ ആ, ഒരു കാര്യം ചെയ്യാ, അത് അവിടെ ഉണ്ട് താഴെ അകത്തൊക്കെ സാധനമാണ് താഴെ കിടക്കുന്നത്. ഇതെന്ത് ചെയ്യണം? മുകളിലോട്ടാക്കണോ? ഇങ്ങനെ ആക്കണോ? ആ, അതിപ്പോ ചെറുതായി കിടക്കുവാണ് ജിൻഷയുടെ. ചെറുതായി കിടക്കുക. ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. പതുക്കനെ നമുക്കൊരു സ്ക്രോൾ ചെയ്യണം. പതുക്കെ സ്ക്രോൾ ചെയ്തോളൂ. താഴോട്ട് വരിക. യോസ്റ്റെസിയോ അല്ലേ ഇത് നമ്മൾ ഇട്ടേക്കുന്നേ? പ്ലഗിൻ ജിൻഷ. അതെ അതെ. ആ ടൈറ്റിൽ അഡ്വാൻസ്ഡിൽ ക്ലിക്ക് ചെയ്യൂ. അഡ്വാൻസ്ഡ്, അതിൽ ടൈറ്റിൽ വരൂ. ടൈറ്റിൽ പതുക്കനെ താഴോട്ട് വരിക. സാർ ടൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അഡ്വാൻസ്. അല്ലല്ല, ഒരു മിനിറ്റ്. ഇപ്പൊ നമുക്കേ ഓരോരോ ഓപ്ഷൻസ് മാറിക്കിടക്കുന്ന പോലെ ഉണ്ട്. ഒറ്റ മിനിറ്റ്, ഇതിൽ എന്തോ ഒരു അപ്ഡേഷൻ ആണോ വന്നേക്കണേന്ന് നോക്കട്ടെ. jinsharoy.online അല്ലേ? അതെ അഡ്മിൻ പാസ്വേഡ് 123 അതെ. നോക്കട്ടെ. എനിക്ക് ഇങ്ങനെയല്ലല്ലോ പേജ്. ഓക്കെ, കണ്ടന്റ് അനാലിസിസിലോട്ട് വന്നോളൂ. സർ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. ഒരു മിനിറ്റ് സുഹൈറ, 1 മിനിറ്റ്. ഒന്ന് താഴോട്ട് വരൂ. എന്നിട്ട് സുഹൈറ ഷെയർ ചെയ്യണേ. കണ്ടന്റ് അനാലിസിസ്. താഴോട്ട് വരിക. കുറച്ചും കൂടി താഴോട്ട് വരിക. യെസ്, നമ്മുടെ യോസ്റ്റ് SEO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. കണ്ടോ? അതിനകത്ത് ഫോക്കസ്ഡ് കീ ഫ്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതില് ഇപ്പൊ ഒന്നും ചെയ്യണ്ട. തൽക്കാലം ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോളൂ. സുഹൈറ ഒന്ന് ഷെയർ ചെയ്തോളൂ.
എല്ലാവരും ഇവിടം വരെ എത്തിയെന്ന് വിചാരിക്കുന്നു. സാർ കണ്ടന്റ് അനലൈസിനകത്ത് ആ അതിൽ പതുക്കനെ താഴേക്ക് വരിക. ഓക്കെ പതുക്കനെ താഴോട്ട് വരുമ്പോൾ SEO അനലൈസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ ഇതേപോലത്തെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ സുഹേറയുടെ ഷെയറിംഗ് ആണല്ലോ ഇത്. അപ്പോൾ സുഹേറ പതുക്കെ ഒന്ന് മേളിലോട്ട് എടുത്തേ. ആ അതെ, അതിനകത്ത് SEO എന്ന് പറഞ്ഞിട്ട് റെഡ് കളർ കുത്തൊക്കെ ആയിട്ട് ഫോക്കസ് കീ ഫ്രേസ് എന്ന് പറഞ്ഞ് താഴെ കാണുന്ന രീതിയിൽ ഇതേപോലെ ഈ സ്ക്രീൻ പോലെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ ജോമോൻ. SEO ഓക്കെ. ഓക്കെ, സാർ ഇങ്ങനെ തന്നെയാണോ? ആ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. SEOക്കകത്താണോ സാർ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്? ആ ആദ്യം ആ റെഡ് കളർ SEOനകത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം കീവേഡ് റിസർച്ച് ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടോ എല്ലാവരും? അതെ. യെസ്. അപ്പോൾ ഈ ഒരു കീവേഡ് റിസർച്ചിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ SEO ടൈറ്റിൽ നമ്മുടെ പ്രൈമറി കീവേഡ് ആയിട്ട് എടുത്തു. സെക്കൻഡറി കീവേഡിനെ നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആക്കി എടുത്തു. അതെ. അതൊക്കെ നമ്മൾ അവിടെ റിസർച്ച് ചെയ്തത് ഇതേപോലെ പേജസിൽ വന്ന് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെ ഫോക്കസ് കീ ഫ്രേസിന്റെ താഴെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തോളൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആദ്യത്തെ ആൽഫബറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുക. ഇത് നമ്മൾ പ്രൈമറി ആയി വെച്ചേക്കുന്ന കീവേഡിനാണോ കൂടുതലായിട്ട് ഉപയോഗിക്കുക ഇവിടെ? അത് അപ്പോൾ ആയിട്ടില്ല, നമ്മൾ അതിലോട്ട് വരുന്നേ ഉള്ളൂ. ഇതിപ്പോ ജസ്റ്റ് ഒരു ഫോക്കസ് കീ ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഒന്നും വേണ്ട, MS ക്യാപിറ്റൽ ആക്കണ്ട. സാർ ഇത് ടൈപ്പ് ചെയ്തിട്ട് ഗെറ്റ് റിലേറ്റഡ് കീ ഫ്രേസിലോട്ട് ക്ലിക്ക് ചെയ്യണോ? വേണ്ട, അതൊന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് വെയിറ്റ് Okay, ചെയ്യൂ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫോക്കസ് കീ ഫ്രേസിനെ കൊടുത്തല്ലോ എല്ലാവരും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് നമ്മുടെ ഈ പേജിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കീവേഡ് ആണെന്ന് മാത്രം. അപ്പോൾ ഈ കീവേഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വളരെ പതുക്കെ താഴോട്ട് വരിക. ഫോക്കസ് കീ ഫ്രേസ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആഡ് ചെയ്യാൻ പറ്റും. ആ ഫോക്കസ് കീ ഫ്രേസിനെ കോപ്പി ചെയ്തോളൂ കേട്ടോ. മൊത്തത്തിൽ നമ്മൾ എഴുതിയേക്കണ ആ ഒരു ഫോക്കസ് കീ ഫ്രേസിനെ കോപ്പി ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. ഓക്കെ, എല്ലാവർക്കും അത് കോപ്പി ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നമുക്കവിടെ SEO ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടോ? SEO ടൈറ്റിലിൽ നമ്മൾ എന്ത് കീവേഡാണ് കൊടുക്കാൻ പോകുന്നത്? നമ്മൾ സോർട്ട് ഡിജിറ്റൽ ചെയ്ത് വെച്ച മാർക്കറ്റിംഗ് സർവീസ്. നമ്മൾ സോർട്ട് ചെയ്ത് വെച്ച പ്രൈമറി കീവേഡ്സിനെ ഇവിടെ കൊടുക്കും. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് ആ ടൈറ്റിൽ, ടാഗ്സ്, പേജ് സെപ്പറേറ്റർ, സൈറ്റ് ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെയൊക്കെ ബാക്ക് സ്പേസ് ചെയ്ത് മാറ്റിക്കോളും. യെസ്. എല്ലാം ബാക്ക് സ്പേസ് ചെയ്ത് മാറ്റാം.
അതിനെ ബാക്ക് സ്പേസ് ചെയ്തിട്ട് എല്ലാവരും നമ്മുടെ ആ ഫോക്കസ് കീ ഫ്രേസിനെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഇൻ ദുബായ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മുടെ മെയിൻ പ്രൈമറി കീവേഡ് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്ത് കൊടുക്കണം. ആവറേജ് മന്ത്ലി സെർച്ച് വോളിയം ഹൈ ഉള്ളതും അതേപോലെ കോമ്പറ്റീഷൻ കുറവുള്ള കീവേഡിനെ നമ്മൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്ത് കൊടുത്തിട്ട് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കണ്ടോ? അപ്പോൾ ലൈൻ ഗ്രീൻ കളറായി. ഉം. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയോ? ആർക്കെങ്കിലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. സുഹൈറ ഓക്കെ ആണല്ലോ? യെസ്. സുഹൈറയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെയാണ്. അതിന്റെ തൊട്ട് താഴെ കണ്ടോ നമുക്ക് സ്ലഗ് സർ എന്ന് ഓക്കെയാണ്. പറഞ്ഞിട്ടൊരു ഈ ഓപ്ഷൻ. ഗ്രീൻ കളർ ഇതിന്റെ ഇത് എന്താണ് ഒന്ന് പറയാമോ സർ? ഗ്രീൻ എങ്ങനെയാ? കളർ എന്ന് പറഞ്ഞാൽ സക്സസ്, അത് ഓക്കെ ആയിട്ടുണ്ട് എന്ന് നമുക്കൊരു ഇൻഡിക്കേഷൻ തരുവാണ്. തൽക്കാലം മൊത്തം ഒന്ന് ബാക്ക് സ്പേസ് ചെയ്തേ സുഹൈറ. മൊത്തം വേണ്ട, ഒരു പകുതി ബാക്ക് സ്പേസ് കൊടുത്തേ. കണ്ടു അത്. ഞാൻ ദുബായിൽ നിന്ന് കൊടുത്തപ്പോ അത് കൂടി വന്നു. കൂടി വന്നല്ലോ. ഇനി ഒന്ന് ബാക്ക് സ്പേസ് കൊടുത്തേ, നല്ലോണം ഒന്ന് ബാക്ക് സ്പേസ് മൊത്തം പകുതിയോളം കളഞ്ഞേ. പോട്ടെ പോട്ടെ, ഒന്നുകൂടി നല്ലോണം മാറ്റുക. ഒന്നും കൂടി മാറ്റിക്കോളൂ. കണ്ടോ? അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താണ് സാധാരണ റെഡ് കളർ ആയിരിക്കും വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അണ്ടർ പെർഫോംഡ് ആണ്. ബട്ട് ഇപ്പോൾ അത് ഗ്രീൻ കളറായി വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അത് നല്ലതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ ആണോ സുഹൈറ? ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ. ഇനി ഒന്നും കൂടി എഴുതിക്കോളൂ. നമ്മൾ കോപ്പി ചെയ്ത് അതിനെ വീണ്ടും, അപ്പോൾ ഇത് ഫുൾ ക്യാപിറ്റലൈസേഷൻ ഇടരുത്. നമ്മൾ കോപ്പി ചെയ്തതിന് വെറുതെ പേസ്റ്റ് കൊടുത്താൽ മതി കേട്ടോ. വെറുതെ പേസ്റ്റ് കൊടുത്തു. കൺട്രോൾ വി. ഓക്കെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഇൻ ദുബായ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ താഴെ നമുക്ക് സ്ലഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സ്ലഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ URL ആണ്. നമ്മുടെ URLസിനെ ഒപ്റ്റിമൈസ് ചെയ്യണം. നമ്മുടെ വെബ്സൈറ്റ് .com/ പിന്നെ വരുന്ന ടേംസ് ആണ് ഈ സ്ലഗിനകത്ത് ഇടുന്നത്. തൽക്കാലം ആ സ്ലഗിന്റെ അവിടെ ഹോം എന്ന് പറഞ്ഞതിനെ ബാക്ക് സ്പേസ് ചെയ്യുക. ഇനി നമ്മൾ കോപ്പി ചെയ്ത ആ ഫോക്കസ് കീ ഫ്രേസിനെ ഇവിടെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, തൽക്കാലം അതങ്ങനെ ഇരിക്കട്ടെ. ഇനി അതിന്റെ താഴെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്യാം. അതിനെ ജസ്റ്റ് ഒന്ന് കൊടുത്തോളൂ. ഇതിപ്പോ നമ്മളൊരു URL ഒപ്റ്റിമൈസ് ചെയ്തതാണ്. ഇനി അതിന്റെ തൊട്ട് താഴെ എന്താ ഇരിക്കുന്നേ? മെറ്റാ ഡിസ്ക്രിപ്ഷൻ. അതിൽ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് കീവേഡ്സ് ഇടണം? എങ്ങനെ റിസർച്ച് ചെയ്തത് വേണം? സെക്കൻഡറി കീവേഡ്സ്. അതിന്റെ ആ ഒരു ഷീറ്റിൽ നിന്ന് നമ്മൾ അതിനെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട കീവേഡ്സിനെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്ന രീതിയിലാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കോപ്പി ചെയ്ത ആ സെയിം ഫോക്കസ് കീ ഫ്രേസിനെ ആഡ് ഓൺ ചെയ്ത് കൊടുത്തോളൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിനെ മെറ്റാ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇപ്പോഴും റെഡ് കളർ ആയിട്ടുള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഇൻ എഴുതിക്കോളൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഇൻ. നിങ്ങളിപ്പോ ദുബായിൽ എവിടെയാണ്? ഞാൻ ദുബായിലെ മർദിഫ്. അപ്പൊ അത് കൊടുക്കുക. എല്ലാവരും അവരവരുടെ സ്ഥലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തോളൂ. സുഹൈറ എവിടെയാണ്? കേരളത്തിലെ എവിടെയാണ്? ഓക്കെ. അല്ല, ദുബൈയിലായിരുന്നല്ലോ. അപ്പോ അവിടെ എവിടെയായിരുന്നു? ഞാൻ ദുബായ്, അബുദാബി. അപ്പൊ അബുദാബി എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ. എവിടെയാണെങ്കിലും നമുക്ക് അതേപോലെ കൊടുക്കാം. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഇൻ അബുദാബി. പിന്നെ അതേപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക.
സ്പേസ് ബാർ കൊടുത്തിട്ട് വി ആർ പ്രൊവൈഡിങ് ക്യാപിറ്റൽ ക്യാപിറ്റൽ കൊടുക്കുക കേട്ടോ. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മളൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കൊടുക്കുക. വി ആർ പ്രൊവൈഡിങ് സാർ WR എന്നാണോ? വി ഓ, ആർ പ്രൊവൈഡിങ് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡിങ് ബെസ്റ്റ് ഉണ്ട്, ശ്രദ്ധിക്കണം. ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിന് പകരം നമുക്കൊരു LSI കീവേഡ് കൊടുക്കാം. ബെസ്റ്റ് ഓൺലൈൻ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ബെസ്റ്റ് ഓൺലൈൻ മാർക്കറ്റിംഗ് സർവീസസ് all over the world. എന്തായിരുന്നു സാറേ? All over the world. We are providing best online marketing services all over the world. എന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. അത്രയും കൊടുത്തപ്പോഴേക്കും നമ്മുടെ റെഡ് ലൈൻ മാറി ഗ്രീൻ ആയോ? ഇല്ല. Yes, sir. എത്ര പേരുടെ ആയിട്ടില്ല? എന്റേതായിട്ടില്ല. ചിലപ്പോ മർദിഫ് ഒന്ന് കൊടുത്തോണ്ടായിരിക്കും. ചിലപ്പം മർദിഫ് ഒന്ന് കൊടുത്തോണ്ടായിരിക്കും. ദുബായിൽ നിന്ന് കൊടുത്തിരുന്നെങ്കിൽ വരുമെന്നായിരിക്കും. അതെ, ഒരു 2 വാക്ക് നമുക്ക് അഡീഷണൽ എഴുതാം. ബൈ എക്സ്പേർട്സ് എന്നും കൂടി കൊടുക്കാം. എല്ലാവരും കൊടുക്കണമെന്നില്ല. ഗ്രീൻ ആയിട്ടുണ്ടെങ്കിൽ കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ഗ്രീൻ ആവുന്നവരെ നമ്മൾ എന്തായാലും. ഇപ്പം ഗ്രീൻ ആയി. ഇപ്പൊ ഗ്രീൻ ആയല്ലോ. ജോമോന്റെ എങ്ങനെയുണ്ട്? ഇല്ല സാർ, ആ അജ്മാൻ എന്നുള്ളതിന്റെ അവിടെ ഒരു റെഡ് ലൈൻ വന്നിട്ടുണ്ട്. ഇത് എനിക്ക് ഗ്രീൻ ആയിട്ടില്ല. അല്ല, അജ്മന്റെ അതിനകത്തല്ലേ, അതിന്റെ താഴെ നോക്കി ഒരു ലൈൻ വന്നിട്ടുണ്ടോ നോക്കി, ഈ സ്ക്രീനിൽ നോക്കി, സുഹൈറയുടെ ഓക്കെ, സ്ക്രീനിൽ നോക്കി. ഇല്ല, വന്നിട്ടില്ല. എന്താ എഴുതിയേക്കണെന്ന് ഉറക്കെ വായിക്കാമോ? ഒരു മിനിറ്റ് സാർ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ഇൻ അജ്മാൻ. ഓക്കെ. We are providing best online service all over the world by experts. ഓൺലൈൻ മാർക്കറ്റിംഗ് സർവീസസ്. ഓൺലൈൻ മാർക്കറ്റിംഗ് സർവീസസ് എഴുതിക്കോളൂ. ഓൺലൈൻ മാർക്കറ്റിംഗ് സർവീസ്. ഓക്കെ, വന്നു. ഗ്രീൻ ആയി. ഓക്കെ, ഫൈൻ. ശീതളിന്റെ ഓക്കെ ആയല്ലോ അല്ലേ? ആയി. ജിൻഷ ഓക്കെ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. ഓക്കെയാണ്. അപ്പോൾ എന്താ സംഭവം, നമ്മൾ ടൈറ്റിൽ കൊടുത്തു, URL ഒപ്റ്റിമൈസ് ചെയ്തു, മെറ്റാ ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ ഒപ്റ്റിമൈസ് ചെയ്തു കൊടുത്തു. ഇനിയാണ് അതിൻ്റെ താഴെ SEO അനാലിസിസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. കണ്ടോ, ഒരു ഓറഞ്ച് കളർ കുത്ത് വീണ്ടും. അതിനെ സെലക്ട് ചെയ്യാം, SEO അനാലിസിസ്. യെസ്. ആഡ് സിനോണിമസ്, ആഡ് റിലേറ്റീവ് കീ ഫ്രേസ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ സ്ക്രീനിലോട്ട് ശ്രദ്ധിച്ചോളൂ എല്ലാവരും. സുഹൈറ അവിടെ കണ്ടോ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന 8 എണ്ണം. അതിനെ ഒന്ന് വായിക്കാവോ? മ്യൂട്ടാണ്. Yes, sir. ഒന്ന് വായിച്ചോളൂ. Key phrase distribution. Have you evenly distributed your focus? Okay. Your focus. Okay. Key phrase throughout the whole text. Yoast CEO Premium will tell you. CEO അല്ല, SEO. SEO Premium will tell you. ഓക്കെ.
അതിൻ്റെ തൊട്ട് താഴെ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ഔട്ട് ബൗണ്ട് ലിങ്ക് കൊടുത്തിട്ടില്ല. ഔട്ട് ബൗണ്ട് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിനകത്തുനിന്ന് പുറത്തോട്ട് നാവിഗേറ്റ് ചെയ്യുന്ന ഒരു ലിങ്കിനെയാണ് ഔട്ട് ബൗണ്ട് ലിങ്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ലിങ്കിനെയാണ് ഈ ഔട്ട് ബൗണ്ട് ലിങ്ക്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കുള്ള ലിങ്കോ അല്ലെങ്കിൽ അതേപോലെ തന്നെ വേറെ എവിടെയെങ്കിലും ഉള്ള ലിങ്ക് ആണെങ്കിലും അതെല്ലാം ഔട്ട് ബൗണ്ട് ലിങ്ക് എന്ന് തന്നെ പറയും. പിന്നെ വരുന്നത് ഇന്റേണൽ ലിങ്കാണ്. ഇന്റേണൽ ലിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഉള്ളൊരു ലിങ്ക് എന്ന് പറഞ്ഞാൽ ഹോം പേജിൽ നിന്ന് എബൌട്ട് പേജോ എബൌട്ടിൽ നിന്ന് കോണ്ടാക്ട് പേജോ അങ്ങനെ പോകുന്ന രീതിയിലുള്ള ലിങ്ക്സിനെ നമുക്ക് ഇന്റേണൽ ലിങ്ക് എന്ന് പറയാം. പിന്നെ കീ ഫ്രേസ് ഇൻ ഇൻട്രൊഡക്ഷൻ, നമ്മളിപ്പോൾ ഫോക്കസ് കീ ഫ്രേസ് കൊടുത്തല്ലോ, നമ്മൾ അതിനകത്ത് ടെക്സ്റ്റ് എഴുതുന്ന സമയത്ത് ഇൻട്രോയിലും കീ ഫ്രേസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കീവേഡിന്റെ ഡെൻസിറ്റി എത്രയാണ് ആർക്കാ പറയാൻ പറ്റുക? Fine. 2% എങ്കിലും വേണം. യെസ് കറക്റ്റ് ആണ്. 2 to 3% നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ. പിന്നെ ടൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ടത് H1 ടാഗ് ആയിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് സബ് ഹെഡിങ്ങിന് H2 H3 ടാഗ്സ് ഒക്കെ ആയിട്ടും കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു ബ്ലോഗ് ആണെങ്കിൽ എത്ര വേർഡ്സ് എഴുതണം മിനിമം? 750. യെസ് കറക്റ്റ് ആണ്. പിന്നെ ഇപ്പോൾ ഒരു പേജ് ആണെങ്കിലോ? വെബ്സൈറ്റിന്റെ പേജ് ആണെങ്കിലോ? something. 300 വേർഡ്സ് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എല്ലാത്തിനും ഓരോ ക്രൈറ്റീരിയാസ് ആണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിനകത്ത് കീ ഫ്രേസ് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇമേജിനകത്ത് കീ ഫ്രേസ് എന്ന് പറയുമ്പോൾ ഓൾട്ട് ടെക്സ്റ്റ് എന്ന് പറയും, ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതൊക്കെ എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. അതിന് തൊട്ട് മുമ്പ് ഗുഡ് റിസൾട്ട്സ് എന്ന് പറഞ്ഞ് വന്നേക്കുന്നത് കണ്ടോ? അതിലെന്തൊക്കെയാ ഗുഡ് ആയിട്ട് വന്നിരിക്കുന്നത്? ഇമേജ് നന്നായിട്ടുണ്ട്. അതേപോലെ SEOന്റെ ടൈറ്റില് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തില്ലേ, അത് നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെന്താ, കീ ഫ്രേസിന്റെ ലെങ്ത്തും നന്നായിട്ടുണ്ട്. ഓക്കെ, പിന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്, മെറ്റാ ഡിസ്ക്രിപ്ഷന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ്ലി യൂസ്ഡ് കീ ഫ്രേസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ SEOന്റെ ടൈറ്റിൽ വിഡ്ത്ത് അതും നല്ലതാണെന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടോ? അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഒപ്റ്റിമൈസ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് നമ്മൾ പേജിന്റെ അകത്താണ്. ഇപ്പോൾ പേജിന്റെ അകത്ത് ചെയ്യുന്ന ഒപ്റ്റിമൈസേഷൻ ഒരു 10-15 മിനിറ്റും കൂടി അഡീഷണൽ എടുത്തേക്കാം. അപ്പോൾ അത് കാരണം നമുക്ക് വേണമെങ്കിൽ അത് അടുത്ത ദിവസം ചെയ്തു നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും. നമ്മളിപ്പോൾ എല്ലാം കൂടി ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവാനും സാധ്യതയുണ്ട്. കുഴപ്പമൊന്നുമില്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഏറ്റവും മേളിൽ നമ്മുടെ മെറ്റാ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതി കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ കണ്ടോ സേവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, അതെല്ലാവരും സേവ് കൊടുക്കുക. എവിടെയാണ് സാറേ? റൈറ്റ് സൈഡിൽ മേളിലായിട്ട് നീല കളറിൽ നമുക്ക് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സാറേ എവിടെയാണ് ഈ നമ്മളെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണോ? അല്ലല്ല, മെറ്റാ ഡിസ്ക്രിപ്ഷൻ അല്ല, ആ റൈറ്റ് സൈഡിലെ ടോപ്പിലായിട്ട് ഇപ്പോ സുഹൈറ. ഓക്കെ, സുഹൈറയുടെ സ്ക്രീൻ ഒന്ന് ആ 3 കുത്തിന്റെ ഇപ്പുറത്തല്ലേ സാർ? യെസ് കറക്റ്റ് തന്നെയാണ്. സാർ ഒന്ന് വെയിറ്റ് ചെയ്യാൻ. യെസ് പ്ലീസ് വെയിറ്റ് ചെയ്യാലോ. സേവ് കണ്ടില്ല.
ഏ ആ ഏറ്റവും മണ്ടയ്ക്ക് റൈറ്റ് സൈഡില് 3 കുത്ത് കണ്ടോ? അതിന്റെ ആ തൊട്ടിപ്പുറത്തായിട്ട് സേവ്. യെസ്. സാർ എന്റെ സ്ക്രീൻ ഒന്ന് ഞാൻ ഷെയർ ചെയ്യട്ടെ. ഓക്കെ ഓക്കെ ചെയ്തോളൂ. എല്ലാവരും ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ശീതൾ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ആ ഇതിലിപ്പോ വേറൊരു ഓപ്ഷനും കാണിക്കുന്നില്ല തൽക്കാലം. ആ റൈറ്റ് സൈഡിൽ മേളിൽ ആ 3 ഡോട്ട്സ് കണ്ടോ? അതെ, അതിന്റെ ഇതാണോ? മേളിൽ അതിന്റെ മേളിൽ ഇത് അവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഔട്ട് സൂം ചെയ്യുക. 100%നെ 80% ആക്കി ഒന്ന് നോക്കുക. താഴെ താഴെ ഇനി ഒന്ന് വന്ന് നോക്കൂ. ഉണ്ട് ഉണ്ട്. ഓക്കെ, നമ്മുടെ റെസൊല്യൂഷൻ മാറിയിരിക്കുകയായിരുന്നു. മേ ബി ഓക്കെ, അതുകൊണ്ടായിരിക്കും. സേവ്ഡ് ആയിട്ട്. സേവ് ആയല്ലോ. ഓക്കെ, ഓക്കെ. ഫൈൻ ഫൈൻ. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയോ? നമ്മൾ എന്തിനാ ഈ കീവേഡ് റിസർച്ച് ഒക്കെ ചെയ്തത് നേരത്തെ? സുഹേറ ഐഡിയ കിട്ടി. പറയാൻ പറ്റുമോ സുഹേറ? വേറെ എന്താണ് കേട്ടില്ല. നമ്മൾ ഈ കീവേഡ്സിനെ ഒക്കെ നേരത്തെ റിസർച്ച് ചെയ്തായിരുന്നല്ലോ. ആ അതെന്തിനായിരുന്നു? ഏതില്ല സാറേ? ഏതിലാ കീവേഡിനെ റിസർച്ച് ചെയ്തേ? ഇന്നലെ ചെയ്തത് ഇതിലല്ല, ഗൂഗിൾ ആഡ്സില് ഗൂഗിൾ ആഡ്സിൽ എവിടെ? പ്ലാനേഴ്സ് ടൂൾസിൽ പോയിട്ട് പ്ലാന്. യെസ് യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എനിക്ക് തോന്നുന്നു സുഹൈറയ്ക്ക് ഇപ്പൊ ഇന്നലത്തേനേക്കാളൊക്കെ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയെന്ന് തന്നെ വിചാരിക്കുന്നു. കണ്ടോ, അപ്പൊ ഇങ്ങനെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇതേപോലെ വിജയിക്കാം. എന്തൊക്കെയാണെങ്കിലും നമ്മൾ എല്ലാ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ വെറുതെ ഒന്ന് ഒരു 5-10 മിനിറ്റ് ഇരുന്ന് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തിട്ട് ചെയ്തും കൂടി നോക്കുക. ചെയ്തും കൂടി നോക്കിക്കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. എല്ലാവർക്കും അത് കറക്റ്റായിട്ട് ചെയ്യാനും പറ്റും. പിന്നെ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കീവേഡ്സിനെ എന്ത് ചെയ്തു സുഹേറ? അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു പറയാൻ പറ്റുമോ? നമ്മള് ആ കീവേഡ്സിന് നമ്മള് ആ, ആ നമ്മുടെ പ്രൈമറി കീവേഡ്സ്, വെരി അതുപോലെ ഗുഡ് വെരി ഗുഡ്. സെക്കൻഡറി. അതിനെ നമ്മൾ വെബ്സൈറ്റിൽ എന്ത് ചെയ്തു? വെബ്സൈറ്റില് ഇന്നിപ്പോ നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുത്തില്ലായിരുന്നോ? യെസ്. അപ്പൊ അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയ കീവേഡ്സ് ആയിരിക്കണം? ആലോചിക്കാൻ പറ്റുന്നുണ്ടോ സുഹൈറ? സുഹൈറ മ്യൂട്ടായി. സുഹൈറ ആലോചിച്ചിട്ട് പറയട്ടെ. അത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ ആണോ സുഹൈറ? എന്തെങ്കിലും സംസാരിച്ചോളൂ. സാർ ഒന്നുകൂടി പറയാവോ? എനിക്ക് ആ എന്താ പറയണ്ടേ? നമ്മള് കീവേഡ്സ് ഇന്നലെ ചെയ്ത കാര്യങ്ങളല്ലേ സാർ ചോദിച്ചേ? അതിന് നമ്മൾ വെബ്സൈറ്റിൽ എന്ത് ചെയ്ത് കൊടുത്തു ഇന്ന്? ഇന്ന് നമ്മളത് പേജസിൽ പോയിട്ട് പേജിൽ പോയിട്ട് ഓൾ പേജസിൽ എടുത്ത് നമ്മളത് വെരി ഗുഡ്, പറഞ്ഞോളൂ. കണ്ടോ, സുഹൈറയ്ക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. പറഞ്ഞോളൂ, ശ്രമിക്കുക, പറയാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു ട്രാവലിംഗ് ആയതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻസ് ആവുന്നുണ്ട്. ആണോ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അല്ല, പേജസ് എടുത്തു.
പറഞ്ഞൊരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. പേജസിൽ പോയി ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. എന്താ ആപ്പ്? യോസ്റ്റ എന്ന് പറഞ്ഞ SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള നമ്മളൊരു അയ്യോ, എല്ലാം കൂടി ഇപ്പോ അവിയല് വരുവായി മൊത്തത്തില്. ആണോ? ആ, നല്ലൊരു രസമായിട്ടുണ്ട്. എനിക്കൊന്നും ട്രാവലിങ്ങിന്റെ വൈബ് കിട്ടിയപ്പോഴേക്കും അയ്യോ, ട്രാവലിന്റെ വൈബൊന്നും ഇല്ല സാറേ, ഇത് മൊത്തം ഇരുട്ടാണ് ഇതില്. അത് ശരി, മൊത്തം ബ്ലാങ്ക് ഔട്ട് ആയി എന്നാണ് പറയുന്നത്. അപ്പൊ കുഴപ്പമില്ല. ഞാൻ ഒന്നാമത് ഇങ്ങോട്ട് എഴുതാൻ പറ്റിയിട്ടില്ല, എനിക്ക് ക്ലാസ് ട്രാവലിംഗ് ആയതുകൊണ്ട്. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ട്രാവലിംഗ് നല്ലതാണ്, നമ്മുടെ മനസ്സിനൊരു സമാധാനം, സന്തോഷമൊക്കെ കിട്ടും. പ്ലഗിൻസിൽ പോയിട്ടാണ് നമ്മൾ യോസ്റ്റ എടുത്തത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നേരത്തെ പറഞ്ഞത് കുറച്ച് തെറ്റായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു ട്രാവലിംഗ് ആയതുകൊണ്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. സാറില്ല, നാളെ ഈ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഒന്നും കൂടി ഒക്കെ ഇരുന്ന് കാണുക, പിന്നെ നോക്കി ഒന്ന് പഠിക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം അയ്യോ ഞാൻ എന്താ പഠിച്ചേ എന്നായി പോകരുത്. പഠിച്ചത് വെറുതെ ആവരുത് എന്ന് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ എഫേർട്ട് എടുക്കുക. എന്തൊക്കെയാണെങ്കിലും നമുക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുക, എന്നിട്ട് നമ്മൾ മുന്നോട്ട് വരിക. ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിക്കത് പക്ഷെ പറഞ്ഞു വന്നതിൽ എനിക്ക് മാറിപ്പോയതാണ്. പേജസ് ആണ്, ഓക്കെ, പ്ലഗിൻസ് ആണ്, മാറിപ്പോയതാണ്. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല. അത് നമ്മളത് വിട്ട് കളഞ്ഞു. നോക്കിയാൽ മതി. എന്തായാലും കാര്യങ്ങളൊക്കെ നോക്കുക. ജിൻഷ, എന്താ നമ്മൾ ചെയ്ത ആ കീവേഡ്സിനെയൊക്കെ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു? സോർട്ട് ചെയ്ത കീവേഡ്സിനെ ആർക്കാ പറയാൻ പറ്റുക? നമ്മൾ സോർട്ട് ചെയ്ത കീവേഡിനെ ഇപ്പൊ നമ്മൾ യോസ്റ്റ് SEO എന്ന് പറഞ്ഞ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതെ, അതിനകത്തോട്ട് നമ്മൾ ഇപ്പം സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കീവേഡ്സിനെ എല്ലാം നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുത്തു. അതായത് ലോസ്റ്റ് SEO SEO-നകത്ത് എല്ലാത്തിനും ടൈറ്റിലുള്ളത് അങ്ങ് ആഡ് ഓൺ ചെയ്തു അല്ലേ? ടൈറ്റിലായിട്ടും അതേപോലെ തന്നെ ആ, URL കൊടുക്കുന്നത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ളതില്, വെരി ഗുഡ്, പിന്നെ വെരി ഗുഡ്. അങ്ങനെ പറയണം. ലോങ് അത് കറക്റ്റ് ഉത്തരവായിരുന്നു. ലോങ് ഓക്കെ, അപ്പൊ LSI നമ്മള് ആയിട്ടും അങ്ങനെ ആഡ് ഓൺ അവിടെ ചെയ്തു. സോർട്ട് ചെയ്ത് വെച്ച പ്രൈമറി കീവേഡ്സിനെ നമ്മൾ കൊണ്ടുവന്ന് SEO ടൈറ്റിലില് ആഡ് ഓൺ SEO ചെയ്ത് ടൈറ്റിൽ കൊടുത്തു. നമ്മുടെ വെബ്സൈറ്റിന്റെ പേജിനകത്തുള്ള SEO ടൈറ്റിലിനെ ആഡ് ഓൺ ചെയ്ത് കൊടുത്തു അല്ലേ? ആഡ് ഓൺ ചെയ്തു. പിന്നെ ഒരെണ്ണം നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ഓൺ ചെയ്ത് കൊടുത്തു. മെറ്റാ സെക്കൻഡറി ഡിസ്ക്രിപ്ഷൻ കീവേഡ് എന്ന് പറഞ്ഞ് സോർട്ട് ചെയ്ത് വെച്ച കീവേഡിനെ മെറ്റാ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തു. പിന്നെ ഒരു ഫോക്കസ് കീ ഫ്രേസ് കൊടുത്തു. ആ പേജ് മൊത്തത്തിൽ എന്തിനെ പറ്റിയിട്ടുള്ള പേജാണെന്ന് അറിയാനും അറിയിക്കാനും. പിന്നെ അതേപോലെ നമ്മൾ URL-നെ ഒപ്റ്റിമൈസ് ചെയ്തു. URL എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ലഗ് എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതും നമ്മൾ കീവേഡ് സ്പെസിഫിക് ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ വെബ്സൈറ്റിന്റെ പേജിനകത്തും കൂടി കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ടാഗ് ഒപ്റ്റിമൈസേഷൻ ആണ്. ഹെഡ് ടാഗ്. പിന്നെ ഇനി വരുന്നത് നമ്മുടെ ബോഡി ടാഗ് ആണ്. ബോഡി ടാഗ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഇന്റേണൽ ലിങ്ക്സ് കൊടുക്കും, ഔട്ട് ബൗണ്ട് ലിങ്ക്സ് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്ലോഗിനകത്ത് വെബ്സൈറ്റിനകത്ത് ഇത്ര വേർഡ്സ് കൊടുക്കും. എത്ര വേർഡ് കൊടുക്കും? 300 വേർഡ് കൊടുക്കും അല്ലേ? നമ്മളവിടെ നേരത്തെ നോക്കിയായിരുന്നല്ലോ. അതെ, 300. പിന്നെ H1 ടാഗ് എത്ര എണ്ണം കൊടുക്കും? H1 ടാഗ് നമ്മുടെ ടൈറ്റിലിൽ ഒരെണ്ണം ആഡ് ഓൺ ചെയ്ത് കൊടുക്കും. അതൊക്കെ നമ്മൾ നാളെ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊസീജിയറും കൂടിയാണ്. പിന്നെ പറയാന്നുണ്ടെങ്കിൽ ഇമേജിനെ ഓൾട്ട് ടെക്സ്റ്റ് കൊടുക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ നാളെ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ട. ഇന്ന് നമുക്ക് നമ്മുടെ സെഷൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും എന്ത് പറയുന്നു? സുഹേറ, നാളെ പഠിച്ചിട്ട് വരുമോ? നാളെ ഓക്കെ, പഠിച്ചിട്ട്. ഓക്കെ, ഓക്കെ, എല്ലാവരും നോക്കിയിട്ട് വരിക, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ടിൽ ദെൻ എല്ലാവർക്കും ഹാവ് എ നൈസ് ടൈം. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. നാളെ സെയിം സമയത്ത് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ, താങ്ക് താങ്ക് യു യു. സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു.